ദിസ് ഈസ് ഗെയിമിംഗ് വിത്ത് സച്ചിൻ. പെട്ട് ലോകത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിൽക്കണ നിൽപ്പ് കണ്ടാ. അപ്പം നമ്മളിന്ന് 5ാമത്തെ എപ്പിസോഡ് ഗ്രാൻഡ് ആയിക്കോട്ടെ എന്ന് വെച്ചിട്ടാണ് തുടങ്ങുന്നത്. ഒരു ബഹുമാനം കൊടുക്കാം, പക്ഷെ 1,00,000 ബഹുമാനിക്കണ്ടെന്നല്ലാട്ടാ പറയണത്. ഡ്രോൺ എന്തെന്നെ അടിക്കാത്ത കണ്ടപ്പോഴും അടിക്കണം. അയ്യോ ചത്തു. ഇതെന്താ നമ്മൾ ഇവിടെ സ്പോണായി? ആ റീസ്പോൺ സെറ്റിയതാലോ. ഇനി തിരിച്ചു നടക്കാം. അല്ലാണ്ട് ഇപ്പം എന്താ വഴി? അതൊക്കെ വഴിയിൽ എത്രയൊക്കെ മരങ്ങൾ കുടുക്കുക. നമുക്ക് ആദ്യം ആ വെള്ളം നിന്റെ കിടക്കണ്ട. അതിന് നമ്മൾ ഇന്നലെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇന്ന് നമ്മൾ ബ്രിഡ്ജ് പറയുന്നു. ബ്രിഡ്ജ് നല്ല ടാസ്കുള്ള പരിപാടിയാണ്. മുന്നിലേക്ക് കുറെ ബ്ലോക്കൊക്കെ കുഴിക്കേണ്ടി വരും. നല്ല റഫായിട്ടൊന്ന് പണിത് വെച്ചിട്ടുണ്ടായിരുന്നു. കോബിൾ സ്റ്റോണും ഉണ്ട്. നമുക്ക് സ്റ്റോൺ കട്ടർ ഉണ്ടാക്കിയിട്ട് നല്ല സ്റ്റോൺ ആക്കിയിട്ട് അവിടെ വെക്കണം. ഫുള്ള് മുന്നോട്ട് പണിയണം. TNT ഉണ്ടാക്കാനില്ലാത്തതുകൊണ്ട് കൈ കൊണ്ട് തന്നെ നമ്മൾ മുന്നത്തെ ബ്ലോക്ക് പൊട്ടിച്ചിട്ട് അവിടെ പലം പണിയണം. ആഫ്റ്റർ ലുക്ക് കാണുമ്പോൾ നിങ്ങൾ ഞെട്ടും. ഞാൻ കുറെ ഗ്രെയിൻ ബൺ ചെയ്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. ഫസ്റ്റ് നൈറ്റാണ് എൻ്റെ ഈ വീട്ടിലത്തെ. ആ നൈറ്റല്ല, ഈ വീടിൻ്റെ ഉള്ള ആദ്യമായിട്ട് ഇറങ്ങണേന്നാണ് ഉദ്ദേശിച്ചത്. അതന്നെ കുറച്ച് സ്പീഡ് കൂട്ടാലിപ്പോൾ കൂട്ടാലേ. ഒരു പൊടിക്കാൻ സ്പീഡ് കൂട്ടിയിട്ടില്ല. അപ്പോൾ ഇവിടെ വെള്ളത്തിൻ്റെ ഇതൊക്കെ ഉണ്ട്. അപ്പോൾ ഞാൻ അവിടെ നിന്ന് വെറുതെ സ്റ്റോണും സാൻഡും ഇതൊക്കെ വെച്ച് കുറച്ച് അലമ്പിക്കുണ്ടായിരുന്നു. അത് തന്നെ, അല്ലാണ്ട് ഇപ്പം ഒന്നുമില്ല. ഞാനിപ്പോൾ വെറുതെ കോളാക്കാണോന്ന് എനിക്കിപ്പോൾ ഒരു ഡൗട്ട് ഉണ്ട്. അവിടെ വെക്കേണ്ട ആവശ്യമൊന്നും ഉണ്ടാകുന്നില്ല. ഇനി നമുക്ക് റിസോഴ്സ് ഗ്യാതറിങ്ങിനോട്ട് പോവാം. അപ്പം നമ്മൾ ആദ്യം നമ്മുടെ കയ്യിൽ ടൂൾസ് ഒക്കെ എടുക്കണം. നമുക്ക് ആദ്യം പിക്കാസ്, ആസ് ഇത്ര മതിയില്ലേ. ടോർച്ചും കൂടി എടുക്കാം. നമ്മൾ വീടിൻ്റെ ഫ്രണ്ടിൽ ടോർച്ചില്ല, അതും കൂടി വെക്കാം. വെക്കേ ആദ്യം വീടിൻ്റെ ഇവിടെ പണ്ടത്തെ സ്റ്റൈലിൽ 2 വെച്ചു. ഓരോന്ന് അടുക്കൽ വെക്കാൻ പറ്റുന്ന വെച്ച് വെച്ചതാ. സൈഡിക്കാൻ പോയി. അപ്പോൾ ഞാൻ വേണ്ടാന്ന് വെച്ചു. മൈൻക്രാഫ്റ്റിൽ ഫിസിക്സ് ഇല്ലല്ലോ. പിന്നെ ഇവിടുത്തെ ഈ വെള്ളം കാണുമ്പോഴേക്ക് അലമ്പിച്ചിട്ട് വേണ്ടേ. പക്ഷെ ഞാൻ മുന്നോട്ട് തന്നെ കുതിക്കുക. എന്നിട്ട് ആ സ്ഥലത്ത് ഇപ്പോൾ മോബ് സ്പോണാകുന്നതുകൊണ്ട് അവിടെ വെച്ചു. അപ്പോൾ നമുക്ക് ഇവിടുന്ന് ഇങ്ങോട്ട് നീന്താം. ഫസ്റ്റ് നീന്താൻ പറ്റൂ. ഇനിയുള്ള അങ്ങോട്ടുള്ള എപ്പിസോഡിൽ നമ്മൾ നടക്കും ബ്രിഡ്ജിൻ്റെ മുകളിൽ കൂടെ. റിസോഴ്സ് ഗ്യാതറിങ് എളുപ്പമാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇത് പണിയാണേ. പറ്റാവുന്നവരോ എൻ്റെ കഴിവിൽ ഞാൻ ചെയ്യും. ഗൈസ്, ഒരു കാര്യം പറയാണ്ട്, എൻ്റെ തിരുവോണം വെക്കേഷൻ ഇപ്രാവശ്യം കോളായിരിക്കുന്നു. കാരണം എൻ്റെ കാലം പഴുപ്പ് വന്നു. പഴുപ്പ് പഞ്ചതയിലും വരുന്നൊക്കെ വെച്ചിട്ടിരിക്കുകയാണ്. പോണോളി കഥ പറഞ്ഞാണ്. അപ്പോൾ നമുക്ക് ആ കേവിൽ നിന്ന് മൈൻ ചെയ്യാം. മൈനിങ് കേവ് ഇവിടെ കണ്ടിട്ടുണ്ടായിരുന്നു ഒരു ദിവസം. ഇതവിടെ സ്പീഡ് കൂട്ടിട്ടെ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ബോറടിക്കും. സ്പീഡ് കൂട്ടിയുണ്ട്. നമ്മൾ വീണ്ടും ബാക്കിലേക്കൊക്കെ തിരിച്ചു പോയി. പക്ഷെ നമ്മുടെ ബാക്കിലായിരുന്നു ആ കേവ്. അപ്പോൾ നമ്മൾ തിരിച്ച് ബാക്കിലേക്ക് വീണ്ടും പോകണം. പക്ഷെ ഞാൻ അവിടം വരെ പോയി. അപ്പോഴാണ് ഫ്രണ്ട് ഉണ്ടായിരുന്നു എന്ന് മനസ്സിലായി. അപ്പോൾ നമുക്ക് ഈ കേവിൽ കയറിയിട്ട് കുറച്ച് കോബിൾ സ്റ്റോൺ എടുക്കാം. തകയോന്നാവോ ഇതൊക്കെ പൊട്ടിക്കാം. ആദ്യം ഞാൻ എഡിറ്റ് ചെയ്യുമ്പോൾ സ്പീഡൊക്കെ കൂട്ടും. അതുകൊണ്ടാണ് ഞാനിപ്പോൾ സ്പീഡ് കൂട്ടുമെന്ന് പറയണം. എനിക്ക് എഡിറ്റ് ചെയ്യുമ്പോൾ ഓർമ്മ കിട്ടാൻ. ചില സമയത്ത് ഞാൻ വോയിസ് ഓവറാണ് ചെയ്യാറ്. ശബ്ദം കൂട്ടിയേക്ക് വെയിലത്തെ ബ്ലോക്ക് പൊട്ടിക്കുന്ന ശബ്ദമൊന്നും കേൾക്കാനില്ല. അതുകൊണ്ട് അപ്പോൾ നമുക്ക് ഒരു ഓപ്പൺ ചാറ്റ് എന്നൊക്കെ പറയണ യാതൊന്നും ഒരു ഇതില്ല. അപ്പോൾ നമുക്കൊന്നും കൂടി പൊട്ടിക്കാം. കുറച്ചും കൂടി വേണ്ടി വരും. അതന്നെ കുറച്ചും കൂടി വേണ്ടിവരും. നമുക്ക് നാളെ ഈ കേവൊക്കെ ഒന്ന് ഭംഗിയാക്കി എടുക്കാമല്ലോ. നാളത്തെ എപ്പിസോഡ് അത്. ഈ കേവക്കുള്ളൊരു വഴി സെറ്റ് ചെയ്തിട്ട് നമുക്ക് കേവ് ഒന്ന് ഭംഗിയാക്കി എടുക്കാം അല്ലേ. പക്ഷെ അങ്ങോട്ട് ഓരോ പാട്ടായിട്ടാവും കേവ് ഭംഗിയാക്കുക. നമ്മൾ ആദ്യം കേവിക്ക് വഴി സെറ്റ് ചെയ്യും, പിന്നെ കേവ് വിട്ടുക, കുറച്ച് ബ്ലോക്ക് റീപ്ലേസ് ചെയ്യും, പിന്നെ കേവ് ഭംഗിയാക്കും. അപ്പം നമുക്ക് ഇവിടെ കുബിൾസ്റ്റോൺ വെച്ച് തുടങ്ങിയാലോ. വയ്ക്കട്ടെ, സ്പീഡ് കൂട്ടാൻ പോവാ. ചടപ്പെട്ട ബ്ലോക്ക് വെച്ച് വിടപ്പണ്ണിക്കും പെട്ടിലോകത്ത് ഞാൻ വിടപ്പണ്ണിക്കും. ദിസ് ഈസ് മൈൻക്രാഫ്റ്റ് പ്രോ മൈൻക്രാഫ്റ്റ്. പാട്ട് ഇഷ്ടമായ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതിട്ടാ. പാട്ട് ഇഷ്ടമായില്ലെങ്കിൽ ഇഷ്ടമായാലും നിങ്ങളുടെ സബ്സ്ക്രൈബ് അല്ലേ നമുക്കുള്ളൊരു മോട്ടിവേഷൻ. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാണ്ട് കാണുന്നുണ്ടെങ്കിൽ ഇപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഗൈസ്. .to 80 സബ് 8 സബും കൂടെ 80-നുള്ള മനസ്സിലായോ. ലൈക്ക് കിട്ടിയാൽ നന്നായിരുന്നു.
പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊന്ന് കമൻറ്റ് ചെയ്താൽ അതനുസരിച്ച് വീടിനുള്ള ബിൽഡും ചെയ്യായിരുന്നു. റിസോഴ്സ് തികഞ്ഞില്ല, നമുക്ക് വീണ്ടും മൈനിങ്ങിലേക്ക് പോവാം. അയ്യോ, ആ കേവ് എവിടെയായിരുന്നു ഗൈസ്? ഓ പറഞ്ഞു, ഇവിടെ ഒരു കേവ് ഉണ്ട്, പക്ഷെ നമ്മൾ ആദ്യം കണ്ട കേവ് അല്ല ഇത് അല്ലേ? അപ്പം നമ്മളിവിടെ ഇങ്ങനെ നിന്നാണ് കേവാണ്. അപ്പം ഇങ്ങനെ പണിയാണെങ്കിൽ നമുക്ക് സുഖമാവുമല്ലോ ചെയ്യാൻ, ഓരോ ബിൽഡുകൾ ചെയ്യുമ്പോഴും ഇതൊക്കെ. ഞാൻ ഈ കേവ് ഭംഗിയാക്കാനല്ലോ നല്ല ആലോചിച്ച മറ്റേ കേവാണ്. ആ കേവ് ഭംഗിയാക്കണം. ഇത് ഈ കേവാണ് ഇപ്പം കണ്ടുകൊണ്ടിരിക്കുന്ന ഈ കേവാണ് നമുക്ക് ഭംഗിയാക്കുന്നത്. ആ സൈഡിൽ കാണുന്നുണ്ട്. പിന്നെ എനിക്ക് കേവ് ഓർമ്മ കിട്ടാൻ ഞാൻ അവിടെ ഒരു പില്ലർ കൊണ്ട് വെച്ചിട്ടുണ്ട്, സ്ഥലം മനസ്സിലാവാൻ, അല്ലെങ്കിൽ നമ്മൾ കേവ് തെറ്റിക്കേറേ. അപ്പം വീട് അവിടെ നിന്ന് നമ്മളിങ്ങനെ മുന്നോട്ട് പോവാണ്. അയ്യോ, ഇതായിരുന്നു ആ കേവ്. ആ കേവ് മനസ്സിലാവാം, അവിടെയല്ലേ നമ്മൾ വെറ്റിമുകളിൽ മൈനിങ്ങിന് പോവാം. നമ്മുടെ വീട് ശ്രദ്ധിച്ചാ എന്തൊരാൾ വായ തുറന്നിരിക്കുന്ന പോലെയല്ലേ നമ്മുടെ വീട്? ഏകദേശം ഇങ്ങനെ ഉണ്ട് കേസ്. നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യോ? എനിക്ക് അതന്നെ പറയാൻ കിട്ടുന്നില്ല, വേറൊന്നും പറയാൻ കിട്ടുന്നില്ല. തൊണ്ടവയ്ക്ക് നാളത്തെ എപ്പിസോഡിലെ വഴി, ഭംഗി, ബ്ലോക്ക് റീപ്ലേസ്, ബ്ലോക്ക് മാറ്റൽ, ഇതൊക്കെയാണ് നമ്മുടെ പണി. പക്ഷെ ആദ്യത്തെ എപ്പിസോഡ് വഴി ക്രിയേറ്റ് ചെയ്യലായിരിക്കും. നമ്മൾ ബ്രിഡ്ജിൽ നിന്നൊരു വഴി അങ്ങോട്ട് കൊടുക്കാം. പിന്നെ നമ്മുടെ വീടിൻ്റെ ബാക്കൊക്കെ നിങ്ങൾ കണ്ടല്ലോ. ഇനി നമ്മുടെ ഫ്രണ്ടിലത്തെ നമ്മൾ ഇറങ്ങി എൻജോയ്. അപ്പോൾ നമ്മളോട് ഒരു ബോട്ടൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മുടെ അടുത്തെ ലൈറ്റൊക്കെ വെച്ചു നമ്മൾ ഫ്രണ്ടിലത്തെ പണി അവസാനിപ്പിച്ചിട്ടുണ്ട് ഗൈസ്. നിങ്ങളൊന്ന് കണ്ടോക്ക്. പിന്നെ രാത്രി നമ്മൾ ഉറങ്ങണേക്കാട്ടും മുന്നേ കുറേ ക്രീപ്പറിനെ നമുക്ക് TNT ഇല്ലല്ലോ, അതുകൊണ്ട് നമ്മൾ ക്രീപ്പറിനെ വെച്ച് നമ്മുടെ ഫ്രണ്ടിൽ പൊട്ടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് കുറേ ബോക്സൊക്കെ സാധനങ്ങളൊക്കെ കിട്ടി. ക്രീപ്പറിനെ വെച്ച് മൈൻ ചെയ്തു നമ്മൾ. ക്രീപ്പറിലുണ്ട് നമ്മുടെ പണി വേഗം കഴിഞ്ഞു. ആദ്യമായിട്ടാണ് ഇത്ര ഗ്രൈൻഡൊക്കെ ചെയ്ത് പണി ചെയ്യണേ. നാളത്തെ എപ്പിസോഡും ഇങ്ങനെ ഗ്രൈൻഡ് ചെയ്ത് ചെയ്യാനാണ് എനിക്കിഷ്ടം. നിങ്ങൾ വീടിൻ്റെ ഫ്രണ്ടിലത്തെ ഭാഗം കാണാനല്ലേ വെയിറ്റ് ചെയ്യണേ? ലെറ്റ്സ് ഗോ. അങ്ങനെ ചടപടയാൻ നമ്മൾ കാര്യങ്ങൾ തീർച്ചിട്ടുണ്ട്. ബാക്കത്തെ നമുക്ക് നമ്മുടെ ഇൻബണ്ട് ഒന്ന് ഷൂട്ട് ചെയ്യാം. ആ ഷൂട്ട് ചെയ്യാൻ നിങ്ങളൊന്ന് കാണ്, കാരണം ഒന്നുമില്ല. സബ്സ്ക്രൈബ് ചെയ്ത് നിങ്ങൾ പ്ലീസ് സബ്സ്ക്രൈബ് ഒക്കെ ഒരു വലിയ മോട്ടിവേഷൻ ആയിരിക്കും. നിങ്ങൾക്ക് എൻ്റെ വീട് ഞാൻ മാറ്റിപ്പണിതിട്ടുണ്ട്. നിങ്ങളുടെ ഒപ്പീനിയൻസ് കമൻ്റ് ഇടാൻ മറക്കരുത്. അതനുസരിച്ച് എനിക്ക് കാര്യങ്ങൾ ചെയ്യാനാണ്. പിന്നെ നിങ്ങൾ എന്തൊക്കെ ബിൽഡ് ചെയ്യാൻ വേണം അതൊക്കെ ഞാൻ ചെയ്യും എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിൽ. അപ്പോൾ നമുക്ക് കണ്ടോ നമ്മുടെ എങ്ങനെയുണ്ട് ബ്രിഡ്ജ്, എങ്ങനെയുണ്ട് കേസ് ബ്രിഡ്ജ്. അപ്പോൾ ഇവിടെ ബ്ലോക്ക് ആക്കുന്ന വഴി. അപ്പോൾ നമുക്ക് ഇവിടുത്തെ ബ്ലോക്ക് കൊണ്ട് പൊട്ടിക്കാം. നമ്മുടെ ഇന്നത്തെ എപ്പിസോഡ് വൈൻഡപ്പ് ചെയ്യാൻ നേരെ ആയി. നമ്മുടെ ബിൽഡ് കണ്ട വെറുതെ എല്ലാവരും മൈൻക്രാഫ്റ്റ് ഗോഡ് എന്ന് വിളിക്കണേ. സുധിയുടെ ഡയലോഗാണ് കേസ്. നിൽപ്പ് കണ്ട. അപ്പോൾ നമ്മളിവിടെ ഒന്ന് സെറ്റാക്കിയിട്ടുണ്ട്. ഇത്ര സിമ്പിളായിട്ട് കഴിഞ്ഞല്ലേ. എന്നിട്ട് അവിടെ ഒരു ലാൻഡ് ഓൺ വെച്ചിട്ടുണ്ട്, അത് മതി അവിടെ. പിന്നെ നമ്മുടെ അവിടെ ഇതൊക്കെ സ്പോണാവുന്നതല്ലേ ഡ്രോൺ, അപ്പോൾ നമ്മളത് ചെയ്തിട്ടുണ്ട്. പക്ഷേ നമ്മളെ വന്നിപ്പോൾ ഡ്രോൺ കൊല്ലും. അയ്യോ കൊല്ലണ്ട.